കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആൻജിയോപ്ലാസ്റ്റി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. മറ്റ് ആശുപത്രികളിൽ നിന്ന് ഉപകരണങ്ങൾ എത്തിച്ച് ആൻജിയോപ്ലാസ്റ്റി നടത്തും. വിതരണക്കാർക്ക് ഉടനെ 2 കോടി രൂപ കൈമാറുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു. മാർച്ച് വരെയുള്ള കുടിശ്ശിക തീർത്തില്ലെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ വിതരണം നിർത്തുമെന്ന നിലപാടിലാണ് വിതരണക്കാർ. ആൻജിയോപ്ലാസ്റ്റി നടത്താനുള്ള ഉപകരണങ്ങളായ ബലൂണുകൾ, ഗൈഡ് വയറുകൾ തുടങ്ങിയവയുടെ വിതരണക്കാർ നിർത്തിയതോടെ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി നിർത്തിവച്ചിരുന്നു. ആൻജിയോപ്ലാസ്റ്റി ഉപകരണങ്ങൾ പുറത്തുനിന്നെത്തിച്ച് പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിക്കാനാണ് മെഡിക്കൽ കോളേജിന്റെ നീക്കം. വിതരണക്കാർക്ക് അടിയന്തരമായി 2 കോടി രൂപ കൈമാറി ഉപകരണ വിതരണം പുനഃസ്ഥാപിക്കാനും മെഡിക്കൽ കോളേജ് ശ്രമിക്കുന്നുണ്ട്. കാരുണ്യ ഫണ്ടിൽ നിന്നും ഉടനടി കുറച്ചു തുക കൈമാറാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ മറ്റ് ഹൃദയ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ടെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. അതേസമയം 2 കോടി രൂപ നൽകുന്നതിലൂടെ പ്രശ്നത്തിന് പരിഹാരമാവില്ലെന്നാണ് വിതരണക്കാരുടെ സംഘടന പറയുന്നത്. 160 കോടി രൂപയോളമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ജില്ലാ ആശുപത്രികളിൽ നിന്നുമായി വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. കമ്പനിക്ക് നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരി ആണ്. അവർക്ക് പേയ്മെന്റ് കറക്റ്റ് ചെക്ക് കൊടുത്താൽ മാത്രമേ അവർ പേയ്മെന്റ് സ്റ്റോക്ക് തരുള്ളൂ. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പേയ്മെന്റ് പെൻഡിങ് ആവുന്ന സമയത്ത് നമുക്ക് ഈ കമ്പനീൻ്റെ അടുത്ത് പേയ്മെന്റ് പെൻഡിങ് ആവും. അപ്പോൾ അവർ സ്റ്റോക്ക് അയക്കുന്നത് കുറയ്ക്കും. ആ ലെവലിലാണ് ഇപ്പം ഓൾമോസ്റ്റ് സ്റ്റോക്ക് അയക്കുന്നത് നിർത്തിയ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇതുവരെ ചരിത്രത്തിലില്ലാത്ത ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 60 കോടി 70 കോടിയാണ് സാധാരണ ഇതിൽ കൂടുതൽ വരാറുണ്ടായിരുന്നത്. ഇത് 160 കോടിയായി. ഈ ഒരു ലെവലിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇത് ക്ലോസ് ചെയ്യേണ്ട ലെവലിലേക്ക് എത്തിപ്പോകും ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ. മാർച്ച് 31 വരെയുള്ള കുടിശ്ശിക തീർത്തില്ലെങ്കിൽ സെപ്റ്റംബർ 1 മുതൽ സംസ്ഥാനത്തൊട്ടാകെ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ഉപകരണങ്ങളുടെ വിതരണം നിർത്തുമെന്ന് സംഘടന വ്യക്തമാക്കി.